ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ അടുക്കളത്തോട്ടെന്താ സീസൺ 2 മൂന്നാമത്തെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഹായ് ഹായ്. അപ്പോൾ ഒരു പുതുവർഷം 2026 ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ആശ. ഇവിടെ എത്തിയിരിക്കുന്നത് ആരുടെ വീട്ടിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യെസ്, മിസ്റ്റർ സോജൻ ജോസഫിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് നമ്മൾ മുമ്പ് ഒരിക്കൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇന്ന് വരാൻ കാരണമുണ്ട്. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അടുക്കളത്തോട്ടം വീണ്ടും ഇവിടെ വരാൻ കാരണമെന്ന്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അവരുടെ ഫാമിലിനെ പരിചയപ്പെടണ്ടേ? യെസ്. അപ്പോ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം, എന്നാൽ അറിയാത്തവർക്കായിട്ട് യെസ് ഹിയർ ദേ ആർ. അപ്പൊ സോജൻ ചേട്ടാ, നമ്മുടെ അടുക്കളത്തോട്ടം ഒരു ഗ്രൂപ്പിന് വീണ്ടും ഒരു ചാൻസ് തന്നതിൽ ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. ബേസിക്കലി വി ആർ സോ പ്രൗഡ് ടു ഹാവ് യു ആസ് ആർ മെമ്പർ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതൊരു കിച്ചൺ ഗാർഡൻ എന്നല്ല ഞാൻ വിളിക്കുക. കാരണം ഇത് കിച്ചണിലത്തെ ഈ പറയുന്ന ഫ്രിഡ്ജും അതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട് സർക്കിളിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടും നമുക്ക് കാണാനുള്ള കാഴ്ച ഞെട്ടിക്കുന്നതാണ്. കാരണം ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളുണ്ട്, അത്ര അധികം ഉണ്ട്. ബേസിക്കലി ചേച്ചിക്ക് ഒരു ഇതുണ്ട്. ചേച്ചിക്ക് ഇഷ്ടം ഈ പച്ചക്കറി ഉള്ളതുകൊണ്ട് എനിക്കൊന്നും പുറത്തു കഴിക്കാനില്ലല്ലോ. പച്ചക്കറികൾ മാത്രമല്ല എല്ലാം ഉണ്ട്, നോൺ വെജും ഉണ്ട് അല്ലേ? അപ്പോ യെസ്, നമുക്ക് മകള് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, ഇതിനോടൊക്കെ പറയാ. രാജഗിരിയിലെ സ്കൂളിൽ പഠിക്കുന്നു. യെസ്, ഫോർത്തിൽ പഠിക്കുന്നു. രാജഗിരി എല്ലാവരും ഓക്കെ. ഓക്കെ, ബെനഡിക്ട്. ഇതിൽ ആരാണ് ഇതൊക്കെ ഇഷ്ടമുള്ള ആള്? ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളത്? വാട്ടർ ചെയ്യോ? ആ, ഓക്കെ. ഹൗ അബൌട്ട് യു? ഫ്ലവേഴ്സ് ആണോ, ബേർഡ്സ്, പ്ലാന്റ്സ്, എന്തൊക്കെയാണ് ഇഷ്ടം? ബേർഡ്സിന്റെ. ഓക്കെ. ഞാൻ മൊത്തത്തിലെല്ലാം കവർ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പായതുകൊണ്ട് ഇത് ഈ ഏരിയയിലേക്ക് ഞാനിപ്പോ തൽക്കാലം അമ്മയും മക്കളൊന്നും വിളിക്കാറില്ലാന്നാണോ പറയാറുള്ളത്? ആണോ? സ്റ്റിൽ ദാറ്റ്സ് വെരി ഗുഡ്. അല്ല, നമ്മൾ ഈ പഠിപ്പ് എന്നല്ലാതെ ഒരു ചെറിയ കൈൻഡ് ഓഫ് റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ഒരു എന്താ പറയാ, ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ വീടിന് ചുറ്റും ഈ പാരന്റ്സ് ഒരുക്കിയിരിക്കുന്നത് അല്ലെ? അപ്പൊ സോജൻ ചേട്ടാ, ഒബ്വിയസ്ലി ചേട്ടന്റെ ഒരു കഠിനാധ്വാനവും സ്നേഹമൊക്കെ ഇതിന് ഉണ്ടെങ്കിൽ കൂടി ഒബ്വിയസ്ലി പാർട്ട്ണറുടെ ഒരു എന്താ പറയാ, ഒരു സപ്പോർട്ട് ഇല്ലാതെ. അപ്പൊ ചേച്ചിനെ ഒന്ന് പരിചയപ്പെടുത്തി. അതുപോലെ ചേട്ടൻ നാട്ടിലെവിടെയാ, കമ്പനി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരൂ. ഓക്കെ. വീണ്ടും എൻ്റെ ചെറിയ കൃഷിത്തോട്ടത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വെൽക്കം, സന്തോഷം. ഞാൻ സോജൻ ജോസഫ്. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലെ ഒപ്പേറ കമ്പനിയിലെ പ്രൊക്യൂർമെന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒപ്പേരയിലാണ്. നോട്ട് ദ പോയിന്റ് ഒക്കെ അല്ലേ? നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഒപ്പേരയുടെ ആളൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് ഒക്കെ വേണമെങ്കിൽ ഓക്കെ. അവിടെ വർക്ക് ചെയ്യുന്നു. നാട്ടിൽ ഞാൻ കണ്ണൂര, ഉദയഗിരി, ആലക്കോട് ഉദയഗിരി. അത് ശരി. അപ്പൊ നാട്ടില് പാരന്റ്സിൽ നിന്നും കിട്ടിയ ഒരു താല്പര്യമാണോ അതോ? കാർഷിക കുടുംബമാണ്, പക്ഷെ ഇതുപോലുള്ള കൃഷിയൊന്നുമല്ല. കവുങ്ങ്, തെങ്ങ്, റബ്ബർ ഇങ്ങനെയുള്ള ഹൈ ലെവൽ. ഒരു ചാൻസ് ഇവിടെ ഇതല്ലേ പറ്റുള്ളൂ. ഓ ശരി ശരി. ഓക്കെ. അപ്പൊ ചേച്ചി? ഞാന് കാര്യമായ സപ്പോർട്ടൊന്നും ഇല്ല, സോജന്റെ പാഷനാണ്. അതെ. ഓ ശരി. സപ്പോർട്ട് ഇല്ലാതെ അങ്ങനെ ഞാൻ കാരണം ഈവൻ അതുപോലും സമ്മതിക്കാത്ത പ്രാണികൾ വരുന്നു, ഈച്ച വരുന്നു എന്നൊക്കെ പരാതികളൊക്കെ ഉണ്ട്. വർക്കും പിന്നെ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കുന്ന ഒരു ബിസി വർക്കിംഗ് വുമൺ അല്ലേ? അപ്പൊ ഒബ്വിയസ്ലി ഒരു പാരന്റ്സിന്റെ ഫുൾ സപ്പോർട്ട്. എല്ലാവരും തിരക്കാണ് മാക്സിമം. നമ്മളൊക്കെ ഇത് ഉറക്കം കുറച്ചിട്ടുള്ള എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പന്തല് കണ്ടു നോക്കട്ടോ. ഈ പന്തലിനടിയിൽ നമ്മൾ ഇരുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അല്ലെങ്കിൽ ഒരു ഈവനിങ് നമ്മളൊരു കസാര ഇട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയുന്നത് എസ്പെഷ്യലി നമ്മൾ ഈ പ്രവാസികളെ സംബന്ധിച്ച് ഒരു എന്താ പറയാ, ഒരു ഏറ്റവും വലിയൊരു റിലാക്സേഷൻ ആണല്ലേ? അപ്പൊ ഇത് ഈ ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്തുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഇതേ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ആഘോഷമൊക്കെ ഇവിടെ ഇപ്പോഴും വി ക്യാൻ സ്റ്റിൽ സീ ദാറ്റ് ലൈറ്റിങ്ങും ട്രീ ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ കാണുന്നതാണ് എൻട്രൻസ് ഡോർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വീടിന്റെ എൻട്രൻസ് ഡോർ ആണ്. അപ്പൊ അത് ഇറങ്ങി വരുമ്പോ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പൂക്കളാണ്. ശരി. ഇപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ വന്നിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇനി ഇവിടെ പൂക്കള് ഇത്
8 ആണ്. പക്ഷെ ഇവിടെ നിന്നാണ് നമുക്ക് കാഴ്ചകൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ചേട്ടാ ഈ എത്ര വെറൈറ്റീസ് പൂക്കളുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ എങ്ങനെയാണ്, വിത്തുകളാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു കളക്ഷൻ, നെക്സ്റ്റ് ഇയറിലേക്ക് എങ്ങനെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നു? സൺഫ്ലവറും സീനിയായും കഴിഞ്ഞ വർഷത്തെ വിത്തെടുത്ത് വെച്ചതാണ്. കഴിഞ്ഞ വർഷത്തെ വിത്തെടുത്ത് വെക്കുന്നു. ഓക്കെ. അപ്പൊ ചൂടുകാലം വരുമ്പോ ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ മെയിന്റനൻസ്? ഇതെല്ലാം ചൂടാകുമ്പോഴത്തേക്കും ഇതെല്ലാം പോകും. എല്ലാം പോവാണ്. പതിയെ ഒന്നും ചൂട് കുറഞ്ഞു കഴിയുമ്പോ ചിലത് മാത്രം ആ കുറവയിലൊക്കെ ഇങ്ങനെ ഒളിച്ച് നിർത്തുന്നുള്ളൂ. ബാക്കി സീസണൽ ആയിട്ടുള്ള. അപ്പൊ അവിടെ തുളസി അല്ലേ, നമ്മുടെ നാടൻ തുളസി അല്ലേ? നാടൻ തുളസി. അതെ, നമ്മുടെ ബന്ധിയാണ്. അതൊക്കെ പൂവായി വരുന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ ഉണ്ട്. മീറ്റർ പയറുകൾ വെറൈറ്റി ഉണ്ട്. അത് രാമച്ചം, അതിന്റെ പേര് എടുത്തിട്ടാണ് വെള്ളം കുടി. അത് ശരി. അത് ഭയങ്കര ഫ്രഷ് ആയിട്ട് തന്നെ അല്ലേ അത്? അത് ഞാൻ ഇങ്ങോട്ട് ഒരുപാട് നീണ്ടു മുറിച്ചു കളഞ്ഞു. നമ്മള് പൂക്കളുടെ ഇടയിലൂടെ ഇങ്ങനെ വരും. നമ്മുടെ ബെന്നിച്ചേട്ടൻ നന്നാട്ടോ ഈ വെറൈറ്റി നന്നായിട്ട്. ബെന്നിച്ചേട്ടന് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും അറിയാം. പക്ഷെ അറിയാത്തവർക്കായിട്ട് നമ്മുടെ ബെന്നിച്ചേട്ടൻ ഞാൻ ഇപ്രാവശ്യം എടുത്തു പറയേണ്ടതാ. 18 തരം ടൊമാറ്റോസിന്റെ സീഡിന്റെ കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ആള് ഞെട്ടിപ്പോയി. 18 തരം ടൊമാറ്റോ സീഡിന്റെ കളക്ഷൻ ഉള്ള ആളോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ അടുക്കളത്തോട്ടത്തിന്റെ ഞങ്ങളുടെ കുഞ്ഞു സയന്റിസ്റ്റ് ആണ്. ശംഖുപുഷ്പം, അതെ, ചായ, അതെ 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 അതെ, ബ്ലൂ ടീ പറഞ്ഞിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇനി ആ വഴി അങ്ങോട്ട് പോവാട്ടോ. ഇത് ബേസിക്കലി ഒരുപാട് കവർ ചെയ്യാനുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ഭാഗത്ത് അതെ വരാം. കുറച്ചധികം ഏരിയാസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ വേറൊരു വഴിയിലൂടെ നമ്മളിപ്പോ പോവാണ്. ബേസിക്കലി ഇതൊരു നല്ല കായ ഉണ്ടായിരുന്നു. ഇറാന്റെ അല്ലേ? ഇറാന്റെ ഷമാം ഷമാം എന്ന് പറയുക. ഇത് പയറിന്റെ നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്കും അതൊരു ഭാഗ്യമായിട്ടോ ഇദ്ദേഹം പറക്കാതെ വെച്ചിരുന്നത്. ബേസിക്കലി നമുക്ക് നല്ലൊരു കാഴ്ച. ഇത് ഒരുപാടുണ്ട്, ഇതിന്റെ ഇടയിൽ പറക്കാനെന്നുള്ളതൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഇത് ബേസിക്കലി നമ്മൾ അതെ അല്ലേ, ഫ്രഷ് ആയിട്ട് ഓർഗാനിക് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുകയല്ലേ. മുറ്റത്തുനിന്ന് പറിച്ച് ഫ്രഷ് ആയിട്ട് കഴിക്കാന്ന് പറയുന്നത്. ഈ മോള് ഞങ്ങൾക്ക് അങ്ങോട്ട് വഴി കാട്ടി തരും. അറിയോ ഇവിടെ എന്റെ ഫേവറേറ്റ് ലൊക്കേഷൻ ഉണ്ടോ ഗാർഡനില്? ആരാ ഇവിടെ കളിക്കുന്ന ആൾക്കാര്? ഞാനിവിടെ കോർട്ടൊക്കെ കണ്ടല്ലോ. ആരാ കളിക്കുന്ന ആൾക്കാര്? അതല്ലേ ചോദിച്ചായിരുന്നു. നമുക്കൊരു വാട്ടർമെലൻ നമുക്ക് വേണ്ടിയായിട്ട് ഇവിടെ സെറ്റ് ആയിട്ട് ഇരിക്കുവാണ് ബേസിക്കലി. ഒരു ചെറിയ കാട്ടിലൂടെ നടന്നു വന്നു. ലോങ് വേ ആയിരുന്നു. കോവയ്ക്ക ഇങ്ങനെ പടർന്ന് മേലോട്ടൊക്കെ പോയിക്കുവാണ്. വീടിന്റെ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉണ്ടായി നിൽക്കുന്നത് കാണാം. കോവയ്ക്ക നല്ല നമുക്ക് അത്യാവശ്യം നിൽക്കാൻ ഹൈറ്റിൽ തന്നെയാണ് അദ്ദേഹം ആ ഒരു പന്തല് സെറ്റ് ആക്കിയിരിക്കുന്നത്. ഇവിടത്തെ എല്ലാ കാഴ്ചകളും നോക്കി. മത്തങ്ങ, കറിവേപ്പ്, നിത്യവഴുതന. അത് നിത്യവഴുതന സൈഡിലുണ്ട്. ഒരുപാട് ഉണ്ടായി നിൽക്കുന്ന ഒക്കെ ഇഷ്ടം പോലെ പറിക്കാനുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു ചെറിയൊരു കറിവേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് വെക്കണമെന്ന് ആഗ്രഹം തോന്നില്ലേ? അതാണ് അതാണ് നമ്മൾ ഈ ലൈവ് വീഡിയോസ് ഒക്കെ കവർ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്.
പച്ചമുളകിന്റെ ഒരു വെറൈറ്റീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചെറുത്. അത്ര ശ്രദ്ധിച്ചില്ല, ഇതിന്റെ അടിയിലായി പോയത് അത്ര. ആ ഓ സൂര്യപ്രകാശത്തിന്റെ ഒരു വഴുതനങ്ങ തന്നെ അവിടെ 2 വെറൈറ്റീസ് നിൽക്കുന്നു. പല വെറൈറ്റി ഉണ്ട്. അതെ അല്ലേ? ആ അത് നമുക്ക് വഴിയെ കാണാം. അങ്ങോട്ട് പോകുന്നുണ്ടോ? അങ്ങോട്ട് പോകുന്നുണ്ടോ? ഒന്ന് മെയിൻ ആയിട്ടുള്ള ഏരിയ. ഞാനിവിടെ പതുങ്ങിന്നിട്ട് പറയും പിന്നെ മെയിൻ ആയിട്ടുള്ള ഏരിയയിലേക്ക് പിന്നെ നമ്മൾ പോകണ്ടേ അല്ലേ? അപ്പൊ ഇവിടെ ഒരു ബാർബിക്യൂ സെറ്റപ്പ് ഒക്കെ ചേട്ടൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ അടുക്കള തോട്ടത്തിന്റെ ഒരു ബാർബിക്യൂ ഇവിടെ കൂടണമെന്നൊക്കെ. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മുരിങ്ങ. അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകുന്നു. അത്യാവശ്യം പൂക്കള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയാണ് ഇവിടെ ഈ ഒരു ഗാർഡന്റെ സീക്രട്ട് ഏരിയയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് ഇവിടെ കുറച്ച് കുഞ്ഞന്മാരുണ്ട്. നമ്മുടെ കാടമുട്ടകൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. കാടകൾ ഒരുപാടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരുപാട് വീട് എടുക്കുന്നത് കാണാനിടയിൽ അത്യാവശ്യം നമുക്ക് ഉള്ളൊരു നാച്ചുറൽ വളം തന്നെ അവിടുന്ന് ഇതിന്റെ വേസ്റ്റ് എന്നൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കാനായിട്ടുള്ള നല്ലൊരു വളമാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു സീക്രട്ട് ഏരിയയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് പിന്നെ അതിനെന്താ, അത് കുഴപ്പമില്ല, നമ്മള് കർഷകരാണല്ലേ. അപ്പൊ നമുക്ക് എല്ലാം ശരിക്കും ഓർഗാനിക് വളങ്ങൾ മാത്രമേ ഉള്ളൂ. ഇല കണ്ടോ, ലെറ്റ്യൂസിന്റെ ഇല മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ലെറ്റ്യൂസിന്റെ ഇല ലിക്വിഡ് ഇങ്ങനെ ബക്കറ്റ് കോരി എടുക്കാം. അപ്പൊ അതിന്റെ നീരെടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ചെടികൾക്കൊക്കെ. അപ്പൊ ഇതാണ് പകരം അതെ അതെ, നമ്മളിപ്പോ മിക്സ്ഡ് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടല്ലേ നമ്മളിതുപോലെ ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റഡ് ആൾക്ക് ലെറ്റ്യൂസ് കിട്ടുന്നതുകൊണ്ട് അത് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെയാണ് നമ്മള് കോഴിക്കുട്ടന്മാര് പറയാതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടയും നല്ല ഫ്രഷ് ആയിട്ട് നാടൻ കോഴികളാ. അപ്പൊ ഈ ഒരു ഏരിയ പിന്നെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണല്ലോ ഒരു കിച്ചൺ ഗാർഡൻ നമ്മള് പൂർണ്ണമാവുന്നത് അല്ലേ? അപ്പൊ ഇനിയുള്ള കാഴ്ചകള്. അപ്പൊ ഇത് ബേസിക്കലി വീടിന്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് പൂക്കളിൽ നിന്നൊക്കെ വന്ന് പതുക്കെ പതുക്കെ പച്ചക്കറികളിലേക്ക് മാറി വീടിന് പുറകിൽ ഇതുപോലെ പോൾട്രി അല്ലേ, ഈ പറയുന്ന കോഴി കാട ഒക്കെ ഉള്ളത്. ഇപ്പൊ നമ്മള് നാട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ അലക്കാനൊക്കെയാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. മത്തങ്ങ ഇതാണ് കത്തിപ്പയർ കിടക്കുന്നത്. നമുക്കത് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നു. പിന്നെ അത് വീടിന്റെ മേലേക്ക് പോയിട്ടുണ്ട്. കോവയ്ക്കൊക്കെ ആണല്ലേ? കോവയ്ക്കുണ്ട്, കത്തിപ്പയർ തന്നെ ഉണ്ട്. കത്തിപ്പയർ തന്നെയാണ്. ഓ ശരി. ഈ പൂവ് എടുക്കാം. നമ്മുടെ ഗാർഡനിൽ വെറൈറ്റി പൊളിച്ചു നിൽക്കുകയാണ് അല്ലെ? ഒരു പച്ചക്കറിയുടെ എല്ലാം പൂക്കൾ എന്തായാലും വേണം. കോളിഫ്ലവർ. ഇവിടെയാണ് വഴുതനങ്ങയുടെ ഒരു വെറൈറ്റീസ് നിൽക്കുന്നത്. വെറൈറ്റി പയറുകളാണ് ഇതൊക്കെ. ഇതൊക്കെ വ്യത്യസ്തമായ പയറുകളാണ്. തക്കാളി അത്യാവശ്യം സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണല്ലേ? അത്യാവശ്യം ടേക്ക് കെയർ ചെയ്യാണല്ലേ? വെണ്ട മെയിൻറ്റെയിൻ ചേട്ടന് സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. നല്ല രീതിയിൽ ഇത്രയും ഉള്ളൊരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് പണിയുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് നടക്കുന്ന ഒരു ഗാർഡൻ, ഒരു പ്ലേ ഏരിയ ആണ് കുട്ടികൾക്ക് വേണ്ടിട്ട് ഒരുക്കിയിരിക്കുകയാണ്. അപ്പൊ വഴുതനയ്ക്ക് തന്നെ ഇപ്പൊ നമ്മള് വേറെ വെറൈറ്റി കണ്ടു. കൂടുതൽ വെറൈറ്റീസ് നമുക്ക് കാണാം. വെണ്ട നിൽക്കുന്നു. വെറൈറ്റി വഴുതനയുണ്ട്. കണ്ടോ, നല്ലൊരു വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഗാർഡൻ ഇതൊരു പ്ലേ ഏരിയ ഒരുക്കിയിരിക്കുന്നു. അതെ, അത് നല്ല പ്രൊട്ടക്ട് ചെയ്തിട്ട് തന്നെ വെച്ചിരിക്കുന്നുണ്ടല്ലേ? വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണ്. ഇപ്പൊ നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗാർഡന്റെ ഉള്ളിലേക്കൂടെ ഒക്കെ നടക്കുന്നു. ഇത് വഴിയാണ്. ഇതിനുള്ളിലൂടെ പോവാന്ന് പറയുന്ന ഒരു വഴി നമ്മൾ നേരത്തെ നടന്നുപോയ വഴിയാണ്. ഇത് ബേസിക്കലി ഒരു ഫാമിലി റെസ്റ്റിംഗ് ഏരിയ പോലെയാണ് ഈ ഒരു ഏരിയ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ചെയർസും ടേബിൾ സെറ്റപ്പ് ഒക്കെ ഇട്ട് ഇവിടെ കുറച്ച് ഫ്രഷ്
ഫ്രഷ് Lettuce. ലെറ്റ്യൂസ്, മല്ലിയില, ജെർജിഡ് ഇങ്ങനെയുള്ള സാലഡിനുള്ള ഐറ്റംസ്. റെഡിമെയ്ഡ് കഴിക്കാൻ പറ്റുന്ന തന്നെ ഒരു ഒരു ഏരിയയില്, ചെറിയൊരു ഏരിയയില് അങ്ങനെ ഒരു സ്പേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതാണ് പറഞ്ഞൊരു നമ്മുടെ അടുക്കളത്തോട്ടത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാ നിൽക്കുന്നത്. എല്ലാവരും നീ ഹായ് പറഞ്ഞേ. അപ്പൊ കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു ഗാർഡൻ ബേസിക്കലി ചേട്ടാ കാണിച്ചു തന്നോ ഞങ്ങൾക്ക്? ബേസിക്കലി എല്ലാം കാണിച്ചു തന്നു. അപ്പൊ ബേസിക്കലി ഞങ്ങളും വളരെ ഹാപ്പിയാണ്. കാരണം മുമ്പ് വന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു കൂടുതൽ എനർജറ്റിക് ആയിട്ടും കൂടുതൽ വെറൈറ്റീസും എനിക്ക് തോന്നുന്നു കൂട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരേ വർഷമായിട്ട് എന്തെങ്കിലും ഡിഫറെന്റ് ഒക്കെ ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടോ? പുതിയ വിത്തുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷിക്കുക അങ്ങനെയില്ല. അങ്ങനെ ചെറിയ രീതിയിൽ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് ഉദ്ദേശിക്കും. പക്ഷെ ചെയ്ത് വരുമ്പോൾ അതിങ്ങനെ പന്തലിച്ചു പോകും. അപ്പൊ അതാണ് ഈ ഒരു വീഡിയോ ഈ പറഞ്ഞ കാര്യം ഒരു എല്ലാവർക്കും അല്ലെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു ഇൻസ്പയറിംഗ് വീഡിയോ ആവട്ടെ. ഇതുപോലെ ചെറിയൊരു പോട്ടില് എന്തെങ്കിലും ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ വെക്കട്ടെ. അത് കുട്ടികൾക്കായാലും ഇന്ന് നമുക്കായാലും എല്ലാവർക്കും ഉള്ള ഒരു ഹാപ്പിനെസ് ആണ്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. കറക്റ്റ്, അതൊരു സന്തോഷമാണ്. അപ്പൊ നമുക്ക് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ ന്യൂ ഇയറില് ഈ ചേട്ടന്റെ ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ, കിച്ചൺ ഗാർഡൻ ലൈവായിട്ട് എല്ലാവർക്കും കാണിക്കാൻ പറ്റിയതില്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോ വേറൊരു വീഡിയോ, അടുത്ത വീഡിയോ ആയിട്ട് അടുക്കളത്തോട്ടം വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ ബൈ.